ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർജുൻ ആൻഡ് ധനി വ്ളോഗ്സ്. ഇന്ന് മരിച്ചിനി കിട്ടിയിട്ടുണ്ട്, ചിക്കന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചിനിയും വെച്ച് ചിക്കൻ കറിയും വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് മരിച്ചിനി ഒന്ന് തോടൊക്കെ പൊളിച്ച് ശരിയാക്കാം. എന്താ തോട് പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അർജുൻ ആൻഡ് ധനി വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. മരിച്ചിനി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത്തിരി ഉള്ള മരിച്ചിനിയായിരുന്നു, അതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് പാടായിരുന്നു. മരിച്ചിനിയൊക്കെ അരിഞ്ഞെടുത്തു. മൂന്നാല് വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് അടുപ്പിലോട്ട് വെച്ച് വേവിക്കാനായിട്ട്. അടുത്ത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ ചിക്കനിൽ പുരട്ടാനായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വറുത്ത മുളക് പൊടി, വറുത്ത മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരപ്പ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി ചിക്കനിലേക്ക് അരപ്പ് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ കഷ്ണത്തിലും അരപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇത് അരപ്പ് തേച്ച് കൊടുക്കണം. അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് ഏകദേശം ആയിട്ടുണ്ട്. അരപ്പെല്ലാം ചിക്കനിലോട്ട് വെച്ച് ബാക്കിയുള്ള അരപ്പൊക്കെ അതിൻ്റെ മീതോട്ട് കോരി വെച്ച് ഒന്ന് സെറ്റാക്കി. ഒന്ന് സെറ്റാവാനായിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വെച്ചേക്കണം. എന്നിട്ട് ചിക്കൻ വയ്ക്കാനായിട്ട് ഉള്ളിയൊക്കെ തൊലിച്ച് സവാളയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് ചോപ്പറിലോട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തു. ചോപ്പായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വയ്ക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. എന്നിട്ട് അതിലോട്ട് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്തു. പെരുംജീരകം ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വെച്ചിട്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പച്ചമുളക് കൂടെ ചേർത്ത് ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളിക്ക് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി സവാള ചേർത്തു. ഉള്ളി സവാള വലുതായിട്ടാണ് അരിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. ഇങ്ങനെ വലുതായിട്ടിട്ടപ്പോൾ വെന്ത് ഉടഞ്ഞങ്ങ് പോകില്ല. നമുക്കെല്ലാവർക്കും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം.
എന്നിട്ട് അതിലേക്ക് 2 ബേ ലീഫ് കീറിയതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നത്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അരപ്പ് കലക്കിയ വെള്ളം ആ ചിക്കനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത്ര വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ഉടനെ ഇളക്കി കൊടുക്കൂല. അടച്ച് വെച്ച് വേവിച്ചൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി ഒന്ന് ചിക്കനിലെല്ലാം അരപ്പൊക്കെ പിരളുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ചിട്ട് അടപ്പ് തുറന്നപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. വറുത്ത മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് ഗരം മസാലപ്പൊടി കൂടെ ചേർത്തു. ഇതൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും അടപ്പ് തുറന്നു അതിലേക്ക് 2 തക്കാളി അരിച്ചതും മല്ലിയില കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വേകുന്നത് വരെ വേവിച്ചെടുക്കണം. മൂടി തുറന്നപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കണം. ആ ചിക്കൻ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കപ്പയിലോട്ട് അരപ്പ് വെള്ളം എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി അരപ്പാക്കി അതിലോട്ട് ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് മരിച്ചിരി ഉടച്ച് ഇളക്കിയെടുത്തു. അരപ്പൊക്കെ എല്ലാം ഒന്ന് സെറ്റാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി മരിച്ചിരി റെഡി ആയിട്ടുണ്ട്. മരിച്ചിനി ഇളകി റെഡിയായി. ഇനി എടുത്ത് ചോറ് വിളമ്പി അതിലേക്ക് മരിച്ചിനി ഇളക്കി വെച്ചത് കോരി വെച്ച് എന്നിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ കറി കോഴി വെക്കുകയാണ്. മരിച്ചിനിയിലും ചോറിലോട്ടും കോരി അങ്ങ് വയ്ക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കുഴച്ച് ഞവടി വരിയാതെ കഴിക്കാൻ പോവുകയാണ്. ഇത് നന്നായി കുഴച്ചങ്ങോട്ട് കഴിക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി, സൂപ്പർ.